നമസ്കാരം. 10 വർഷത്തെ പിണറായി ഭരണത്തിന് ശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്ന ശേഷം UDFന് 102 സീറ്റോടെ മികച്ച റിസൾട്ട് വന്ന ശേഷം ഉണ്ടായ ചില കല്ലുകടികളായിരുന്നു കഴിഞ്ഞ 5-10 ദിവസങ്ങളായി വീഡിയോകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. എന്നാൽ അതിനുശേഷം VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭ അധികാരം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഒരല്പം പിന്നോട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ആരാണ് VD സതീശൻ? VD സതീശന് ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യതയുണ്ടോ? ഇപ്പോ മുഖ്യമന്ത്രി കസേരയിലേക്ക് KC വേണുഗോപാൽ വരണം, അതല്ല സീനിയർ ആയിട്ടുള്ള രമേശ് ചെന്നിത്തല വരണം എന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായിരുന്നില്ല. എന്നാൽ അവരെയൊക്കെ മറികടന്നുകൊണ്ട് ജനം തെരഞ്ഞെടുത്തത് VD സതീശനെയാണ്. എന്തുകൊണ്ടാണ് ജനം VD സതീശനെ തെരഞ്ഞെടുത്തത്? ഒരുപക്ഷെ അടുത്ത മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള അവസരമൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും ഈ മന്ത്രിസഭയിൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന് ജനങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങി. എന്നാൽ നേതാക്കൾ, MLA-മാരൊക്കെ VD സതീശന് എതിരാകുകയും ചെയ്തിരുന്നു. ഇത് ഗ്രൂപ്പ് വഴക്കാണ്. അതായത് VD സതീശൻ ഒറ്റയ്ക്ക് പടവെട്ടി വഴി വെട്ടിത്തെളിച്ച് വന്നൊരു വ്യക്തിയാണ്. ഗ്രൂപ്പുകൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് VD സതീശനെ പോലും, ഒറ്റയ്ക്ക് നിന്നിരുന്ന സതീശനെ പോലും വെട്ടി നിരത്തിയതിന്റെ ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഈ ആധുനിക കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിലേക്ക് ഉണ്ട്. അതായത് VD സതീശൻ തങ്ങളുടെ പ്രതിനിധിയായി വന്നാൽ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധിക്കും എന്നുള്ളൊരു തോന്നൽ, ആ തോന്നൽ തന്നെയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടുവന്നത്. കാര്യം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു ജനങ്ങൾക്ക്, ഒരുപാട് വാഗ്ദാനങ്ങൾ. അത് ആശാവർക്കർമാരുടെ ശമ്പള വർധനയായാലും, അതേപോലെ അംഗനവാടി, അതായത് സമൂഹത്തിന്റെ താഴേക്കിടയിലേക്ക് വലിച്ചെറിയപ്പെട്ട ചില വിഭാഗങ്ങളുണ്ട്, തൊഴിൽ വിഭാഗങ്ങളുണ്ട്. അവർക്കൊന്നും ശമ്പളമില്ല, അവർക്ക് കഴിഞ്ഞു പോകാനുള്ള യാതൊരു സൗകര്യമില്ല. അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് അവർക്ക് ശമ്പള വർധന കൊടുക്കും എന്ന് പറഞ്ഞത് VD സതീശനാണ്. അപ്പൊ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായാൽ മാത്രമേ അതൊക്കെ നടപ്പിലാവൂ. മറ്റാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നടപ്പിലാക്കൊള്ളുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു സാധാരണ, അതായത് ഒരു ഗ്രൂപ്പിന് പോലും വശംവദനാകാതിരുന്ന VD സതീശനെ പിടിച്ച് സാധാരണക്കാർ, ജനങ്ങൾ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുന്നത്. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ തടവറ തകർത്ത് കേരളത്തിന്റെ ഭരണത്തലവനായി VD സതീശൻ മാറിയ വഴി രാഷ്ട്രീയ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു പോരാട്ട കഥയാണ്. അർഹതപ്പെട്ടിട്ടും പലവട്ടം അധികാര സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയും പിന്നീട് പ്രതിപക്ഷ നിരയുടെ പടനായകനായി 10 വർഷത്തെ LDF ഭരണത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തുകൊണ്ട് നേരെ മുഖ്യമന്ത്രി കസേരയിലേക്ക് അദ്ദേഹം നടന്നു കയറുമ്പോൾ അത് ചരിത്രപരമായ ഒരു കാവ്യനീതിയായി മാറുകയാണ്. അർഹതപ്പെട്ടത് പലവട്ടം നിഷേധിക്കപ്പെടുമ്പോൾ കടന്നു പോകുന്നവർക്കുള്ളതല്ല രാഷ്ട്രീയം എന്ന് തെളിയിച്ച നേതാവാണ് VD സതീശൻ. ഗ്രൂപ്പ് ഉയരങ്ങളും മുൻഗണനാക്രമങ്ങളും ഒക്കെ വഴിമാറിയപ്പോൾ, മന്ത്രിസ്ഥാനങ്ങളിൽ നിന്നും അധികാരത്തിന്റെ തണലുകളിൽ നിന്നും പലപ്പോഴും അദ്ദേഹം അവഗണിക്കപ്പെട്ടപ്പോൾ, പാർലമെന്ററി അണിയറകളിലെ ആ അവഗണനകളെ ജനകീയ പോരാട്ടങ്ങൾക്കുള്ള ഇന്ധനമാക്കുകയാണോ ശ്രീ VD സതീശൻ ചെയ്തത് എന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആ ഒരു യാത്ര നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് അദ്ദേഹം സഞ്ചരിച്ചെന്ന് നോക്കിയാൽ, ഒടുവിൽ 10 വർഷം നീണ്ട ശക്തമായ LDF ഭരണത്തിന് വിരാമം ഇട്ടുകൊണ്ട് പടനായകനായി മാറി കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് VD സതീശൻ എത്തുമ്പോൾ അതൊരു രാഷ്ട്രീയ യുഗത്തിന്റെ ഒരു മാറ്റം കൂടി തന്നെയാണ് കുറിക്കുന്നത്. എറണാകുളത്തെ മഹാരാജാസ് കോളേജിലും തിരുവനന്തപുരം ലോ കോളേജിലും KSU പ്രസ്ഥാനത്തിലൂടെ VD സതീശൻ എന്ന മികച്ച വാഗ്മി രൂപപ്പെടുമ്പോൾ, KSU സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എന്ന നിലകളിൽ മികച്ച സംഘാടകനായി അദ്ദേഹം പേരെടുക്കുമ്പോൾ, 2021 പറവൂർ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ആദ്യമായി നിയമസഭയിൽ എത്തുമ്പോൾ അപ്പോൾ തന്നെ ഒരു മികച്ച ഒരു പാർലമെന്റേറിയൻ എന്ന ഒരു ഖ്യാതി സതീശൻ നേടിയെടുത്തിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആഴത്തിലുള്ള വായന, VD സതീശന്റെ കഴിഞ്ഞ കുറച്ചു നാളത്തെ സമിറ്റുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകൾ, മറ്റു പരിപാടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ മികച്ച വായനയുടെ ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. ലോകം എങ്ങനെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്, നമുക്ക് ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന ഒരു ദീർഘവീക്ഷണം. സാമ്പത്തികമായി നമുക്ക് വളരാനുള്ള സൗകര്യങ്ങളുണ്ട്, അതുപോലെ സാമ്പത്തികമായി നമ്മുടെ കേരളത്തെ വളർത്താനുള്ള സൗകര്യങ്ങളുണ്ട്. വികസന പ്രക്രിയയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയാനുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വലിയ ചിന്തകൾ പങ്കുവച്ചത് നമ്മൾ കണ്ടിരുന്നു. വളരെ ആഴത്തിലുള്ള അദ്ദേഹത്തിന്റെ വായനയും വസ്തുതകൾ നിരത്തിയുള്ള പ്രസംഗങ്ങളും നിയമസഭാ ചട്ടങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യവും അദ്ദേഹത്തെ സഭയിലെ വേറിട്ട ശബ്ദമാക്കി മാറ്റിയിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. തുടർന്ന് ഇങ്ങോട്ട് പറവൂർ മണ്ഡലം VD സതീശനെ അന്ന് തെരഞ്ഞെടുത്ത ശേഷം, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ച ശേഷം പറവൂർ മണ്ഡലം ഒരിക്കലും അദ്ദേഹത്തെ കൈവിട്ടിട്ടില്ല. തുടർച്ചയായ വിജയങ്ങളും മികച്ച പാർലമെന്ററി പ്രകടനവും ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പലപ്പോഴും VD സതീശന്
തിരിച്ചടിയായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഏകദേശം എല്ലാവരും ഉറപ്പിച്ചിരുന്നതാണ്. എന്നാൽ ഗ്രൂപ്പ് വീതം വെപ്പുകളും പ്രാദേശിക സമുദായങ്ങളിലെ സമവാക്യങ്ങളും എല്ലാം കൂടി ഒത്തുവന്ന് അവരെയൊക്കെ ഒത്തുതീർത്തപ്പോൾ സതീശൻ വീണ്ടും തഴയപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. KPCC വൈസ് പ്രസിഡന്റ്, AICC സെക്രട്ടറി തുടങ്ങിയ സംഘടനാ ചുമതലകളിൽ ഒതുക്കപ്പെട്ടപ്പോഴും ഒരു മന്ത്രിസ്ഥാനത്തിന് മറ്റാരേക്കാളും യോഗ്യനായിരുന്നിട്ടും അദ്ദേഹം അധികാരത്തിന് പുറത്തു തന്നെ നിന്നു. എന്നാൽ ഈ അവഗണനകൾ ഒന്നും തന്നെ അദ്ദേഹം നിരാശനായില്ല. പകരം നിയമസഭയ്ക്ക് അകത്തും പുറത്തും ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച മൂർച്ചയേറിയ ഒരു ആയുധമായി സ്വയം മാറുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ദയനീയമായി പരാജയപ്പെടുകയും LDF തുടർച്ചയായി 2ാം തവണയും അധികാരത്തിൽ വരികയും ചെയ്തതോടെ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയിലായി. പാർട്ടിയിൽ ഒരു തലമുറ മാറ്റം, ഇന്നിപ്പോ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതാണ് ഒരു തലമുറ മാറ്റം വേണമെന്ന് പറയുന്നുണ്ട്. സഖാവ് പിണറായി വിജയൻ 10 വർഷം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു. ഇനി ഇതേപ്പോ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് അതേ പിണറായി വിജയൻ വരാൻ പോകുന്നു പറയുന്നു. ഒരു തലമുറ മാറ്റം ഏത് പാർട്ടിയും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ 2021 ഒരു തലമുറ മാറ്റം അനിവാര്യമാണ് എന്ന ചിന്തയിൽ നിന്ന് ഹൈക്കമാൻഡ് വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവായി നിയോഗിക്കുകയാണ് ചെയ്തത്. അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഗതി മാറ്റിമറിച്ച ഒരു തീരുമാനമായിരുന്നു എന്ന് പിന്നീട് നമ്മൾ കണ്ടു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണ തുടർച്ചയുടെ കരുത്തിൽ നിന്ന് LDF സർക്കാരിനെതിരെ വി.ഡി. സതീശൻ നയിച്ച പ്രതിപക്ഷ പോരാട്ടം തികച്ചും വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. വെറും രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് അപ്പുറം കൃത്യമായ ഹോംവർക്ക് നടത്തി രേഖകളും വസ്തുതകളും നിരത്തി അദ്ദേഹം സർക്കാരിനെ പ്രതികൂട്ടിലാക്കിയത് പലതവണ നമ്മൾ കണ്ടതാണ്. ക്യാമറ, ഫോണ്, കരിമണൽ ഖനനം തുടങ്ങിയ വിഷയങ്ങളിൽ വി.ഡി. സതീശൻ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിണറായി സർക്കാർ ഒന്നും മിണ്ടാനാകാതെ വായ മൂടി മറുപടി ഇല്ലാതെ നിൽക്കുന്നത് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ നമ്മുടെ സർക്കാരിലുണ്ടായിട്ടുള്ള ഖജനാവിലുണ്ടായിട്ടുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും വിലക്കയറ്റത്തിലും പെട്ട ജനങ്ങളുടെ ശബ്ദമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്, വി.ഡി. സതീശന് കഴിഞ്ഞിട്ടുണ്ട്. അധികാരത്തിന്റെ തണലില്ലാതെ 10 വർഷം തുടർച്ചയായി ഭരിച്ച ശക്തനായ ഒരു ഭരണാധികാരിക്കും മുന്നണിക്കുമെതിരെ ശക്തമായി പോരാടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഗ്രൂപ്പ് വ്യത്യാസമെന്നെ UDFനെ ഒരൊറ്റ നൂലിൽ കോർത്തെടുക്കാനും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താനും വി.ഡി. സതീശന് സാധിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ നമുക്ക് കാണാൻ കഴിയും. ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ആ പടയൊരുക്കം ഒടുവിൽ UDFന് ഉജ്ജ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം സമ്മാനിച്ചപ്പോൾ പണ്ട് മന്ത്രിസ്ഥാനം നിഷേധിച്ച് മാറ്റി നിർത്തിയ അതേ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് വി.ഡി. സതീശനെ ഒരൊറ്റച്ചാട്ടത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിച്ചിരിക്കുന്നു. ഒരു വട്ടം പോലും മന്ത്രിയാകാതെ പ്രതിപക്ഷ നായകന്റെ റോളിൽ നിന്നും നേരിട്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരാൾ നടന്നു കയറുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അപൂർവമായ ഒരു കാഴ്ചയാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, വയോജന വകുപ്പ്, ആശാ വർക്കർമാരുടെ ശമ്പള വർധന, ഇതൊക്കെ മാതൃക കാട്ടിയിട്ടുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തനിക്ക് നേരെ ഉയർന്ന അവഗണനകൾക്കുള്ള ഏറ്റവും മികച്ച മറുപടിയാണ് സ്വന്തം ഭരണത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് കാണിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും ഇത്രയും കാലം വി.ഡി. സതീശൻ എന്ന കഴിവും പ്രാപ്തിയും ബോധ്യവും ഉള്ള ഒരു ജനകീയ നേതാവിനെ മാറ്റി നിർത്തി അധികാരത്തിന്റെ ആ ഒരു പദവികളിൽ നിന്ന് മാറ്റി നിർത്തിയ കോൺഗ്രസ്, അവരുടെ ഗ്രൂപ്പ് വഴക്ക്, അതൊക്കെ തുടർന്നുള്ള വി.ഡി. സതീശന്റെ ആ ഭരണത്തിൽ ഒരുപക്ഷെ കേരള ജനത ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ഭരണത്തിൽ മുതൽക്കൂട്ടായേക്കാം എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റൂ. Different angles. Don't forget to subscribe and support this channel.